സന്ദീപ് വാര്യരെ പൂട്ടാനിറങ്ങിയ ബിജെപിയുടെ ജില്ലാ പ്രസിഡന്റ് പെട്ടുപോവുകയാണ്. പൊങ്കാലയിട്ട് നാട്ടുകാർ ആട്ടിയോടിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. പാലക്കാട്ടെ സമാധാന അന്തരീക്ഷത്തെ തകർത്തത് മാങ്കൂട്ടമാണ്. ശിലാഫലകം വരെ തല്ലി പൊട്ടിച്ചില്ലേ എന്നൊക്കെ തുടങ്ങി പ്രശാന്ത് വാചാലനാവുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത്. എന്നാൽ അതിനിടയ്ക്ക് പച്ചയ്ക്ക് വെല്ലുവിളിച്ച ബിജെപിക്കാരൻ കൂടിയായ ഇപ്പോഴത്തെ കോൺഗ്രസ് നേതാവായ സന്ദീപ് വാര്യരുടെ ചരിത്രം വിളമ്പാൻ തുടങ്ങി ഇതേ ബിജെപി നേതാവ്. 4 മൈക്ക് കയ്യിൽ കിട്ടിയപ്പോൾ എന്തൊക്കെ വിളിച്ചു പറയണമെന്നറിയാതെ ബിജെപിയുടെ നെടുനായകത്വം ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു എന്ന ഭാവത്തിലായിരുന്നു പ്രശാന്തിന്റെ ഓരോ പ്രകടനവും. ഇതിനിടയ്ക്കാണ് വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്ന മട്ടിൽ പ്രശാന്ത് സന്ദീപ് വാര്യരുടെ ചരിത്രം വിളമ്പാൻ തുടങ്ങിയത്. തൃശൂർ അങ്ങാടിയിൽ കൂടെ ഓടിയ കഥയൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രശാന്ത് തുടങ്ങിയത്. ആ രംഗങ്ങൾ ഒന്ന് കാണാം. സന്ദീപിനെ പുറത്താക്കേണ്ടിയിരുന്നത് എന്തെല്ലാം കാരണത്തിന്റെ പേരിലായിരുന്നു നിങ്ങളൊന്ന് അന്വേഷിച്ചു കഴിഞ്ഞാൽ കണ്ടുപിടിക്കാൻ സാധിക്കും. എന്തൊക്കെയാണ് കഥകൾ എന്നുള്ളത്. നിങ്ങൾ എല്ലാവരും മാധ്യമ പ്രവർത്തകരാണ്. പിന്നെ തൃശ്ശൂരിലൂടെ ആള് ഓടിയത് എന്തിനാണെന്നൊക്കെ നിങ്ങൾക്ക് തന്നെ അറിയാവുന്നതാണ്. ഇല്ലെങ്കിൽ നിങ്ങൾ അന്വേഷിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതെല്ലാം കണ്ടുപിടിക്കാൻ സാധിക്കും. അതുകൊണ്ട് അതിലോട്ടൊന്നും ഞാൻ കൂടുതൽ കിടക്കുന്നില്ല. കൂടുതൽ ചരിത്രം വിളമ്പിപ്പിക്കാതിരുന്നാൽ എല്ലാവർക്കും നല്ലത്. എന്നാൽ സംഗതി ഇത് പറഞ്ഞു കഴിഞ്ഞത് മാത്രമേ ജില്ലാ പ്രസിഡന്റിന് ഓർമ്മയുള്ളൂ. തൊട്ടു പിന്നാലെ നീ ഏത് ഇറച്ചിക്കോഴിയാടാ, പൊട്ടനാണോ അതോ പൊട്ടനായി അഭിനയിക്കുകയാണോ? എന്തായാലും സന്ദീപ് നിന്നെ പോലെ കൊലയൊന്നും ചെയ്തിട്ടില്ലല്ലോ. എടോ പ്രശാന്ത്, ഇന്നലെ പെയ്ത മഴയ്ക്ക് കുരുത്ത വേറൊരു തകരയാണ് പ്രശാന്തൻ. കേരളം പ്രശാന്തൻ പഠിച്ചിട്ടില്ല. ഇവിടെ മതേതരത്വ സംസ്ഥാനമാണ്. MLA കാലുവെട്ടും തല ആകാശത്തൂടെ പറക്കും എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ ആദ്യം സ്വന്തം വീട്ടിലെ ആളുകളുടെ അടുത്ത് നടപ്പാക്കിയിട്ട് മതി മറ്റുള്ളവരുടെ അടുത്ത് പരീക്ഷിക്കാൻ. ഇവനെയൊക്കെ വളർത്തുന്നത് മാധ്യമങ്ങളാണ് തുടങ്ങി പ്രശാന്തിനെ ആട്ടിയോടിക്കുന്ന കമന്റുകൾ കൊണ്ട് നിറയുകയായിരുന്നു ഓരോ സോഷ്യൽ മീഡിയയും. സംഗതി സന്ദീപ് വാര്യർ കിട്ടുന്ന കൊടുക്കാൻ തുനിഞ്ഞതാണ്. പക്ഷേ നാട്ടുകാര് അലക്കി വിട്ടു എന്ന് തന്നെ പറയാം. എന്തായാലും സംഗതി കളറായി. ഒടുക്കം പ്രശാന്തിനെതിരെ കേസെടുത്തിരിക്കുകയാണ് എന്തായാലും പോലീസ്. ഇതോടെ ഞങ്ങൾ സമാധാനം തിരികെ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്, മാങ്കൂട്ടം ഒന്ന് ചർച്ചയ്ക്ക് വന്നാൽ മതി എന്നൊക്കെ വലിയ വായിൽ പറയുകയാണ് ഇപ്പോൾ ഈ നേതാക്കൾ.